എല്ലാവരുടെയും ഒരു സംയോജിത ഇടപെടൽ മരണസംഖ്യ കുറയ്ക്കാൻ വലിയ തോതിൽ അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ആളുകൾ ഈ ഒരു കരിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പോഴും പരാതിയിലാണുള്ളത്. ശരി റഫീഖ്, നമുക്കിപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ ഒരു പ്രതികരണം കൂടി കേൾക്കാം. 2 മണിയോട് കൂടി നമുക്ക് വന്ന ആദ്യത്തെ മെസ്സേജ് തന്നെ ബസ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആളില്ല എന്നുള്ളൊരു സാധനമാണ് ആദ്യം എത്തിയത്. ഉടൻ തന്നെ മുക്കത്തു നിന്നുള്ള ഫയറിന്റെ ടീമിന്റെ കൂടെ തന്നെ സിവിൽ ഡിഫൻസ് അടക്കമുള്ള നാട്ടുകാരും നാട്ടിലെ ഒരുവിധം എല്ലാ സന്നദ്ധ സംഘടന അടക്കമുള്ള എല്ലാ ടീമും ഉടൻ തന്നെ എന്ത് ചെയ്ത് ഈ സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള പരിശ്രമമാണ് ആ സമയത്ത് നടന്നത്. ബസ് 2 പ്രാവശ്യം, അതായത് തല കീഴായിട്ട് മറിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ കണ്ടത്. മുക്കം പ്രദേശത്തും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ആംബുലൻസുകളുടെ ഒരു വലിയ നിര തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇത്രയും സ്പീഡായിട്ട് കാര്യങ്ങൾ നീക്കാനുള്ള ഒരു ആക്കം കൂട്ടൽ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ അവിടെ സേവ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ശരി, റിയാസ് കൈമാറും റഫീഖ് തോട്ടുമുക്കുവുമാണ് നമുക്ക് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് തന്നെ പോകാം വിവരങ്ങൾ അന്വേഷിച്ച്. ഇപ്പോൾ മറ്റു വാർത്തയിലേക്ക്. ADGP MR അജിത് കുമാർ RSS കൂടിക്കാഴ്ചയിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. കൂടിക്കാഴ്ചയിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമല്ലാതെ എന്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു.